Hello, good morning. Session 51. Today we are going to a new topic. In fact, this is not an entirely new topic. This is in continuation to what we have discussed yesterday. That is sources of competency. This actually means we are going to discuss which are the sources from which language competency comes. ഇത് സെക്കൻഡ് ലാംഗ്വേജ് ലേണേഴ്സിനും ഫോറിൻ ലാംഗ്വേജ് ലേണേഴ്സിനും എല്ലാം താല്പര്യമുണ്ടാകാവുന്ന ഒരു വിഷയമാണ്. കാരണം ഭാഷാശേഷിയുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാഷയിലുള്ള പ്രാവീണ്യത്തിൻ്റെ എക്സ്പെർട്ടീസിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ഉറവിടങ്ങളെക്കുറിച്ചിട്ട് നാം ഇന്നലെ സംസാരിക്കുകയുണ്ടായി. In fact, it was about academic competency or educational competency. Okay, and we have academic competency leading to excellence in language. Okay, അതിന് രണ്ട് കാറ്റഗറീസിനെ കുറിച്ച് നാം ഇന്നലെ സംസാരിക്കുകയുണ്ടായി. And these two categories are, one is natural, genetical, biological. Okay, and the second one is environmental. Okay, educational, academic. This particular discussion is focusing on the second attribute, in fact. And it is more on personality that we are speaking today. It's not on the natural, biological aspect that we are speaking. ഇതിന് കാരണം ഭാഷയുടെ ജനിതകപരമായിട്ടുള്ള ഉറവിടങ്ങളെക്കുറിച്ച്, ഒരാളുടെ പാരമ്പര്യ ഘടകങ്ങൾ എങ്ങനെ ഭാഷയെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച്, ഒരാളുടെ ജനിതകപരമായ ഘടകങ്ങൾ എങ്ങനെ ഭാഷയെ സ്വാധീനിക്കുന്നു, അയാളുടെ ഭാഷാ സ്വാധീനത്തെ, അയാളുടെ ഭാഷാ മികവിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം കാര്യമായി ചർച്ച ചെയ്യേണ്ടതില്ല. അതിന് കാരണം അതിൻ്റെ മുകളിൽ, ഈ ജനിതകപരമായ ഘടകങ്ങളുടെ മുകളിൽ നമുക്ക് ലേണേഴ്സ് എന്നുള്ള രീതിയിൽ, പഠിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ സ്വാധീനമില്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇറ്റ്സ് എൻ ഏരിയ വെർ വി ഡോണ്ട് ഹാവ് മച്ച് ചോയ്സ്. അതേസമയം രണ്ടാമത്തെ തലത്തിൽ, അതിൻ്റെ എൻവയൺമെൻറ്റിൻ്റെ തലത്തിൽ, ഓക്കെ, ആർട്ടിഫിഷ്യൽ ലേണിങ്ങിൻ്റെ തലത്തിൽ, കൃത്രിമമായിട്ടാണ് എല്ലാ ലേണിങ്ങും കൃത്രിമമാണ്. ഓക്കെ, പ്രകൃതിയാലുള്ളതിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്, റീഡിസൈനിങ് ആണ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു തലത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ സോഴ്സസിനെ കണ്ടെത്തുവാൻ കഴിയുക, അതിലും ഉപരിയായി ഒരാളുടെ പേഴ്സണാലിറ്റി, ഒരു സവിശേഷമായ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണ് അയാളുടെ ഭാഷാ മികവിലേക്ക് നയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ആർ മെനി എലിമെൻറ്റ്സ് ഇൻ ഫാക്റ്റ്. ഇത് പറയാൻ കാരണം, മികച്ച ഭാഷാശേഷി കാണുന്ന ആളുകളിൽ, ഭാഷാപരമായ മികവ് പ്രകടിപ്പിക്കുന്ന ആളുകളിൽ പൊതുവേ കാണുന്ന ചില ട്രെയ്റ്റ്സ്, ചില പ്രകൃതങ്ങളെ നാം ഡിസ്കസ് ചെയ്യുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. Okay, so this is not of theory that we are speaking. We are speaking on the basis of certain observations which all linguists and all language learners usually make. Okay, അപ്പോൾ we can call these elements, we are listing 4 elements there. We can call these elements the 4 E's of കോമ്പിറ്റൻസി. ഭാഷാപരമായ മികവിൻ്റെ ഒരു 4 E's നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് തോന്നുന്നു. The first one, of course, is explore. Okay, and the second one is experience, and the third one is expression, and the fourth one is excellence. I am repeating, this is not a standardized list or anything like that. This in fact is based on some observations, some personal observations, some objective observations on competency. So wherever competency is displayed, is exhibited, it's easy to identify these 4 elements. Okay, എവിടെയൊക്കെയാണോ ഭാഷാപരമായ മികവ് ആളുകൾ പ്രകടിപ്പിച്ച് കാണുന്നത്, അവിടെയൊക്കെ ഈ ഒരു 4 ഘടകങ്ങളുടെ സ്വാധീനം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു 4 E'സിനെ, ഈ ഒരു 4 E'സിനെ we are going to discuss in some detail. Okay,
Now, number one is explore. Okay, explore. By explore, what we mean is explore life. Be sensitive to life. Okay, be involving in life. അപ്പോൾ മികച്ച ഭാഷ ശേഷി പ്രകടിപ്പിക്കാത്ത ആളുകളും അത് പ്രകടിപ്പിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഈ മികച്ച ശേഷി പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലുള്ള യഥാർത്ഥത്തിലുള്ള താല്പര്യമാണ്. ഓക്കെ, ഈ താല്പര്യം ജീവിതത്തിൽ ആഴത്തിൽ ഇടപഴകാൻ, ജീവിതവുമായി ഇടപഴകാൻ, സമൂഹവുമായി ഇടപഴകാനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. Okay, so they have a capacity and they have an ability to explore more. അപ്പോൾ ഇത് ആർക്കും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു കപ്പാസിറ്റി കൂടി ആണ് എന്നുള്ളത്. ഇഫ് യു ആർ എൻ ഇൻട്രോവേർട്ട്, ഒരു അന്തർമുഖനാണെങ്കിൽ, ഓക്കെ, ഒരു സാമൂഹികമായ വിമുഖതയുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ജീവിതത്തിൽ താല്പര്യം കുറവായിരിക്കും. നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ our experiences are quite limited. അപ്പോൾ ഈ എക്സ്പ്ലോർ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അനുഭവങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്യുക, ജീവിതത്തിൽ പര്യവേഷണം നടത്തുക എന്നുള്ളതാണ്. കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മളെ തന്നെ തുറന്നു വയ്ക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഒരു അനുഭവത്തിനോടും നോ പറയാതെ എല്ലാ അനുഭവത്തെയും സ്വാംശീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ അനുഭവങ്ങളെ സ്വാംശീകരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളുക എന്നാണ് അർത്ഥം. നമുക്ക് സിമ്പതിയും എംപതിയും വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. Okay, I think you know the difference between these two. Sympathy means feeling for somebody else. Empathy means feeling with somebody else എന്നുള്ളതാണ്. അപ്പോൾ ഈ എംപതിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി. ഓൾവേസ് ട്രൈ ടു പുട്ട് യുവർ സെൽഫ് ഇൻ അതർ പീപ്പിൾസ് ഷൂസ് എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നും വീക്ഷണകോണിൽ നിന്നുകൊണ്ടും ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഭാഷാപരമായ ഗുണം മാത്രമല്ല ഉള്ളത്, നമുക്ക് കൂടുതൽ സഹിഷ്ണുതയും കൂടുതൽ ക്ഷമയും കൂടുതൽ വിശാലതയും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ എംപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Okay, അത് ultimately that will lead to language competency also. അപ്പോൾ explore more, and those people who have wonderful competency in language is endowed with this capacity to be sensitive and to be explorative. They are exploring more into life, internalizing more life. ഓക്കെ, അപ്പോൾ ജീവിതത്തെ സ്വാംശീകരിക്കാതെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഭാഷ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. വാട്ട് എവർ ലാംഗ്വേജ് വി ആർ സ്പീക്കിംഗ് ഈസ് എൻ എക്സ്പ്രഷൻ ഓഫ് ലൈഫ്. അപ്പോൾ ഈ ലൈഫിനെ ഇൻറ്റേർണലൈസ് ചെയ്യുക എന്നുള്ളത്, തുറന്ന മനസ്സോടുകൂടി ജീവിതത്തെ അതിൻ്റെ ആഴത്തിലും പരപ്പിലും ഇൻറ്റേർണലൈസ് ചെയ്യുക എന്നുള്ളത്, ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദിസ് ഇസ് വാട്ട് വി മീൻ ബൈ എക്സ്പ്ലോർ, ആൻഡ് ദാറ്റ് ഈസ് വൺ സോഴ്സ് ഓഫ് കോമ്പിറ്റൻസി. ആൻഡ് ദ സെക്കൻഡ് സോഴ്സ് ഈസ് of course experience. ഇവിടെ എക്സ്പ്ലോർ ചെയ്താൽ മാത്രം പോരാ, എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുകയും വേണം. In an earlier class I have explained this. When you are drinking a cup of coffee, if you are drinking it mechanically, okay, you are not probably experiencing it. ഒരു കപ്പ് കാപ്പി കുടിക്കുന്ന സമയത്ത് അത് യാന്ത്രികമായി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെ അനുഭവിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയാൻ പറ്റുകയില്ല. അതൊരു എക്സ്പീരിയൻസ് ആവുന്നത് യു ആർ എക്സ്പീരിയൻസിങ് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഡ്രിങ്കിങ് ദ കോഫി. ആ കോഫിയുടെ അരോമ എന്ന് പറയുന്നത്, അതിൻ്റെ ഗന്ധം എന്ന് പറയുന്നത്, ഓക്കെ, അതിൻ്റെ സ്വീറ്റ്നെസ്, അതിൻ്റെ മധുരം എന്ന് പറയുന്നത്, അതിൻ്റെ കളർ, അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത്, അതിൻ്റെ ഫ്ലേവർ, രുചി എന്ന് പറയുന്നത്, ഓക്കെ, അതിൻ്റെ തിക്നെസ്, അതിൻ്റെ കൊഴുപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ അതിൻ്റെ ഇറ്റ്സ് ക്വാളിറ്റി, ജനറലി സ്പീക്കിംഗ് ഇറ്റ്സ് ക്വാളിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഗുണമേന്മ എന്ന് പറയുന്നത്, ഇറ്റ്സ് സ്റ്റീമിങ് ക്വാളിറ്റി, അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചൂട് എന്ന് പറയും. ഇങ്ങനെ അതിൻ്റെ എല്ലാ തലത്തിലും അതിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഒരു കപ്പ് കാപ്പി നമ്മൾ യഥാർത്ഥത്തിൽ കുടിച്ചു എന്ന് പറയുന്നത്. ആ കാപ്പി കുടിക്കുക എന്നുള്ള അനുഭവം നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ ആന്തരിക അവബോധത്തിൻ്റെ ഭാഗമായി മാറുന്നത് അങ്ങനെയാണ്. ഒരു പ്രത്യേക സമയത്ത് കുടിച്ചിട്ടുള്ള ഒരു കപ്പ് കാപ്പിയുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ ആ കാപ്പി കുടിക്കുക എന്നുള്ള അനുഭവം സവിശേഷമായി നാം നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവണം.
അപ്പോൾ രണ്ട് തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഒന്ന് ഫിസിക്കൽ എക്സ്പീരിയൻസ് ആണ്, ശരീരം കൊണ്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് ഭാഷാ പഠനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആന്തരികമായ അനുഭവം എന്ന് പറയുന്നത്, ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ എക്സ്റ്റേണൽ എക്സ്പീരിയൻസ്. എക്സ്റ്റേണൽ എക്സ്പീരിയൻസ് ഇസ് എ പാർട്ട് ഓഫ് എക്സ്പ്ലോറേഷൻ ഓൺലി. വി എക്സ്പ്ലോർ and so that we experience. പക്ഷേ what is the impression that external experience is left? Okay, what is that particular imprint that is left in our mind after the external experience? This is the question. അപ്പോൾ we are focusing on internal experience. ഓക്കെ, ബാഹ്യ ജീവിതത്തിലെ, സാമൂഹിക ജീവിതത്തിലെ, പ്രകൃതിയിലെ ജീവിതത്തിലെ ഒക്കെ അനുഭവങ്ങളെ നാം ഏത് തരത്തിലാണ് സ്വാംശീകരിച്ചിട്ടുള്ളത് എന്നുള്ള. സ്വാഭാവികമായും ഇങ്ങനെ സ്വാംശീകരിക്കുന്ന സമയത്ത് വി ആർ ആക്ടിവേറ്റിംഗ് അവർ ലാംഗ്വേജ്, ബിക്കോസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ലാംഗ്വേജ് we cannot code these things in our mind, we cannot record, we cannot document, we cannot we cannot leave these experiences in our mind. ഓക്കെ, നമ്മുടെ മനസ്സിൽ ഈ അനുഭവങ്ങളെ മുഴുവൻ ആന്തരികമായിട്ട് രേഖപ്പെടുത്തുവാൻ നമുക്ക് സ്വാഭാവികമായും ഭാഷയുടെ സഹായം ആവശ്യമുണ്ട്. എ കൈൻഡ് ഓഫ് ഇന്നർ ലാംഗ്വേജ് ഈസ് യൂസ്ഡ്. ഓക്കെ, സോ when we are internally experiencing something, whether a real thing or an abstract thing, when we are experiencing something internally, we are indirectly activating language too. ഓക്കെ, അതാണ് എക്സ്പീരിയൻസ്, അനുഭവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സോഴ്സ് ഓഫ് ലാംഗ്വേജ് കോമ്പിറ്റൻസി. ആൻഡ് വി ആർ ഗോയിങ് ടു ദ തേർഡ് സോഴ്സ്, ദാറ്റ് ഈസ് എ വില്ലിംഗ്നെസ്, മോർ ദാൻ എൻ എബിലിറ്റി, എ വില്ലിംഗ്നെസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ. കുറേ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം പോരാ, അതിനെ എക്സ്പ്രസ് ചെയ്യുവാനുള്ള, ഭാഷയിലൂടെ എക്സ്പ്രസ് ചെയ്യുവാനുള്ള ഒരു വില്ലിംഗ്നെസ്. യു നീഡ് ടു ബി വൊക്കലൈസിങ് ഇറ്റ്, യു നീഡ് ടു ബി ആർട്ടിക്കുലേറ്റിംഗ് ഇറ്റ്, യു നീഡ് ടു ബി സ്പീക്കിംഗ് ഇറ്റ് അപ്പ്. ഓക്കെ, നമ്മുടെ ആന്തരിക അനുഭവത്തെ പറഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള, മറ്റുള്ളവരുമായി ഈ കാര്യം വിനിമയം ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത, ഒരു പ്രിപ്പയർഡ്നെസ് നമ്മുടെ ഭാഗത്ത് വേണം. അതില്ലെങ്കിൽ നാം മൂകമായിട്ടിരിക്കുകയേ ഉള്ളൂ. വി ഡോണ്ട് സ്പീക്ക്. ഓക്കെ, അപ്പോൾ ഒന്നും പറയാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ഒന്നും എഴുതാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഭാഷയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ നമ്മുടെ സന്നദ്ധത എന്ന് പറയുന്നത്, ഭാഷ ഉപയോഗിക്കുവാനുള്ള നമ്മുടെ സന്നദ്ധത എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഓക്കെ, വി നീഡ് ടു പ്രിപ്പയർ അവർ സെൽഫ് ടു ബി മോർ പ്രിപ്പയർഡ് ടു സ്പീക്ക് ഔട്ട്. പല ആളുകളുടെയും ചിന്ത എന്തിനാണ് പറയുന്നത്, പറഞ്ഞിട്ടെന്താണ് കാര്യം എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും പറയുന്നതിൽ നിന്നും പറയാതിരിക്കുന്നതിലേക്ക് ആളുകൾ വരുന്നു. ഓക്കെ, ഈ പറയാതിരിക്കുക എന്നുള്ളതിന് രണ്ട് തലങ്ങളുണ്ട്. ഓക്കെ, ഒരു വലിയ ഫിലോസഫിയുടെ ഒരു വലിയ തലത്തിൽ സൈലൻസ്, മൗനം എന്നൊക്കെ പറയുന്നത്, ഈ രമണ മഹർഷിയൊക്കെ പറയുന്നത് പോലെ ഒരു വളരെ ഉയർന്ന തലത്തിലുള്ള ആത്മീയ അനുഭവമാണ് മൗനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഈ മൗനത്തെ പോലെ തന്നെ വളരെ പ്രസക്തമാണ് സംസാരം എന്നുള്ളത്. നമ്മൾ മൗനമായിരിക്കുമ്പോൾ, നമ്മൾ മൂകമായിരിക്കുമ്പോൾ നാം സത്യത്തിൽ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള അധികാര ദുർവിനിയോഗത്തിനെയും നമ്മൾ സ്വാഗതം ചെയ്യുക കൂടിയാണ്. എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളെയും എല്ലാ തരത്തിലുള്ള സ്വേച്ഛാധിപത്യത്തെയും നമ്മൾ സ്വാഗതം ചെയ്യുക കൂടിയാണ് പ്രതികരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രതികരണശേഷിയില്ലാത്ത ഒരു സമൂഹമാണ് എപ്പോഴും ഒരു ഭരണകൂടം ആഗ്രഹിക്കുന്നത് എന്നുകൂടിയുണ്ട്. അപ്പോൾ ഈ പറയുക എന്നുള്ളതിന് വലിയൊരു രാഷ്ട്രീയ പ്രസക്തി കൂടിയുണ്ട്, ജനാധിപത്യപരമായി വലിയൊരു പ്രസക്തി കൂടിയുണ്ട് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതാണ്. പറയുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു സ്പീക്ക് ഔട്ട്. ഇങ്ങനെ ഒരു തലം കൂടി അതിനുണ്ട്. ഭാഷയ്ക്കപ്പുറത്ത്, ഭാഷയുടെ കേവലമായ ഭാഷാ പ്രയോഗത്തിനപ്പുറത്ത് സംസാരിക്കുവാൻ നമുക്ക് ധാർമ്മികമായ ബാധ്യതയുണ്ട്. സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുക തന്നെ വേണം, എഴുതേണ്ടിടത്ത് എഴുതുക തന്നെ വേണം. അതിനുള്ള ഒരു പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്, അതിനുള്ളൊരു സന്നദ്ധത എന്ന് പറയുന്നത് സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാടിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിശബ്ദമായിരിക്കുമ്പോൾ നാം മറ്റു പലതിനും നാം വഴിവെച്ച് കൊടുക്കുകയാണ്, നാം ഒരു നിശബ്ദമായി അതിനെ സ്വീകരിക്കുക കൂടിയാണ്. അപ്പോൾ നാം ഒരു ഫിലോസഫിക്കലായ സൈലൻസിനെ കുറിച്ചല്ല പറയുന്നത്. പ്രാക്ടിക്കൽ ലൈഫിലെ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ടല്ല, പലപ്പോഴും ഒരു നെഗറ്റീവ് ആട്രിബ്യൂട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. ചുരുക്കി പറയുകയാണെങ്കിൽ, ദർ ഷുഡ് ബി എ വില്ലിംഗ്നെസ് ടു എക്സ്പ്രസ്.
അങ്ങനെ ഒരു വില്ലിങ്നെസ് നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ, അങ്ങനെ ഒരു ഏർജ് നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോൾ, ഒരു പ്രിപ്പയർഡ്നെസ്, ഒരു ടെൻഡൻസി നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോഴാണ് നമുക്ക് വി ആർ മോർ സെൻസിറ്റീവ് ടു അവർ വൊക്കാബുലറി, വി ആർ മോർ സെൻസിറ്റീവ് ടു അവർ ഗ്രാമർ, വി ആർ മോർ സെൻസിറ്റീവ് ടു അവർ ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസ്. ഭാഷ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകുന്നത്, ഭാഷ ഉപയോഗിച്ച് തുടങ്ങുന്നത്. സോ ദർ ഈസ് കണ്ടിന്യൂസ് എക്സ്പെരിമെൻറ്റേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഈവൻ ഇൻ ദ കേസ് ഓഫ് ദോസ് പീപ്പിൾ ഹു ആർ കോമ്പീറ്റന്റ് ഇൻ ലാംഗ്വേജ്. മികച്ച ഭാഷ പ്രയോഗിക്കുന്നവർ മുഴുവൻ സ്വാഭാവികമായിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരിക്കലും കരുതരുത്. അതിന് പിറകിൽ അവർ അബോധപരമായിട്ടാണെങ്കിൽ പോലും അത് ശീലിച്ച കാര്യമായതുകൊണ്ട് അവരത് തിരിച്ചറിയുന്നില്ല. അബോധപരമായ ആഴത്തിലുള്ള ചിന്തയും ആ ചിന്തയെ അപഗ്രഥിക്കുവാനുള്ള ഒരു ശ്രമവുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചിന്താ ജീവിതമില്ലെങ്കിൽ, നമുക്കൊരു അനുഭവ ജീവിതമില്ലെങ്കിൽ, സ്വാഭാവികമായും നമ്മുടെ ഭാഷ ഇത്തരം വൈകല്യങ്ങളോടുകൂടി ഉള്ളത് തന്നെയായിരിക്കും. ഈ വൈകല്യങ്ങളെ മറികടക്കണമെങ്കിൽ ബോധപൂർവമായ വോക്കലൈസേഷന് വേണ്ടിയുള്ള, ആർട്ടിക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് വേണം. And finally, of course, we go to the last element of the 4 is the excellence. There should be an urge on our side to excel എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ എന്നാണ് അർത്ഥം. പൂർണ്ണത എന്നാണ് അർത്ഥം. ഉള്ളതിൽ നിന്നും കൂടുതൽ ഉയരത്തിലേക്ക് നമ്മുടെ ശേഷികളെ വികസിപ്പിച്ചു കൊണ്ടുപോകാനുള്ള, ഭാഷാപരമായ ശേഷികളെ വികസിപ്പിക്കുവാനുള്ള ഒരു ഏർജ്, ഒരു അന്തർദാഹം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എപ്പോഴും വേണം. And so a commitment to excellence, a commitment for perfection should be always there. That our language must be completely expressive, that our language must be foolproof, that our language must be creative, that our language is aesthetically validated എന്നൊക്കെയുള്ള ഒരു ചിന്ത, ഒരു സെൽഫ് ക്രിറ്റിസിസം നമ്മുടെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് ഒരു കൈൻഡ് ഓഫ് സെൽഫ് എഡിറ്റിംഗ്, എ കൈൻഡ് ഓഫ് സെൽഫ് സെൻസർഷിപ്പ് ഈസ് ഗോയിങ് ഓൺ കണ്ടിന്യൂസ്ലി വിത്തിൻ അവർ സെൽഫ്സ്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഭാഷ പെർഫെക്റ്റ് ആവുന്നത്. സോ ദർ ഷുഡ് ബി എ കണ്ടിന്യൂസ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ് ഓൺ improving our own language. If this doesn't happen, our language doesn't grow, our personal language doesn't grow. അപ്പോൾ ഈ ഒരു 4 ഘടകങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഭാഷാശേഷിയുടെ എലിമെൻറ്റ്സ് ആയിട്ട്, സോഴ്സസ് ആയിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. Give it a thought. We shall meet again in another session. Thank you.